ഹേ ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും കേട്ടുള്ള ബ്രാൻഡാണ് എയ്തർ എനർജി. ആക്ച്വലി ഇവർ സ്റ്റാർട്ട് ചെയ്തത് 2013 അത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് കർണാടകയിലാണ്. ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് തരുൺ മെഹ്ത്ത അതുപോലെ സ്വപ്നിൽ ജെയിൻ എന്നുള്ള ആൾക്കാരാണ് തമ്മിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവരുടെ 10th ആനിവേഴ്സറി ആഘോഷം വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 10th കഴിഞ്ഞു, 11th ആവുന്നു. അപ്പോൾ 10th ആനിവേഴ്സറി എഡിഷനായിട്ട് അവർ എയ്തറിൻ്റെ പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, എയ്തർ 450 അപെക്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിനെക്കുറിച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇടുക. അപ്പോൾ എയ്തർ എനർജിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം നമ്മളൊരു അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, 450 അപെക്സ് അവർ ലോഞ്ച് ചെയ്തു. ഇത് ആക്ച്വലി ലിമിറ്റഡ് എഡിഷൻ വേർഷനാണ്. അത് 10th ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്ത് അവർ ലിമിറ്റഡ് എഡിഷൻ ഇറക്കിയിരിക്കുകയാണ്. 450 അപെക്സ് എന്ന് ബേസ് ചെയ്യുന്നത് 450Xന്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്, സെയിം തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് വേറെ കുറച്ച് ചേഞ്ചസ് വന്നിരുന്നത് അതിൻ്റെ ഓവറോൾ അപ്പിയറൻസ് കുറച്ച് മാറി, മാത്രമല്ല മോട്ടറിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, പെർഫോമൻസ് കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, അതിൻ്റെ സ്റ്റൈലിങ്ങിലും പെർഫോമൻസിലാണ് മെയിൻലി അപ്ഗ്രേഡ് വന്നിട്ടുള്ളത്. അപ്പോൾ റേറ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,89,000 രൂപയാണ് എക്സ്ഷോറും വില പറയുന്നത്. അത് ആക്ച്വലി ഇച്ചിരി കൂടാൻ തോന്നുന്നു, പക്ഷേ പ്രീമിയം സെഗ്മെന്റ് ആയതുകൊണ്ടായിരിക്കാം അത്രയും ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കുന്നുള്ളതുകൊണ്ട് അവർ പ്രീമിയം വേർഷനാണ് വണ്ടി ഇറക്കുന്നത്. അപ്പോൾ ഏതൊരു പൊതുവെ അറിയപ്പെടുന്നത് കുറച്ച് ഓവർ പ്രൈസ്ഡ് വണ്ടി എന്നുള്ളതിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ സ്ഥാനത്തേക്കാണ് വണ്ടി പുതിയതായിട്ട് അവർ 1,89,000 രൂപയ്ക്ക് വണ്ടി ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് കൊച്ചിയിലെ റേറ്റ് കൂടെ പറയുകയാണെങ്കിൽ 2,00,000 മേളിൽ എന്തായാലും പോകും നമുക്ക് ഓൺ റോഡ് വണ്ടി കിട്ടുമ്പോൾ. അത് വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം സബ്സിഡി എമൗണ്ട് 1,50,000 മേളിലാണെങ്കിൽ വണ്ടിയുടെ വില അത് കൂടുതലാണെങ്കിൽ നമുക്ക് ഫെയിം ടു സബ്സിഡി കിട്ടത്തില്ല. അപ്പോൾ അത് കാരണമാണ് വണ്ടിയുടെ റേറ്റ് വല്ലാതെ കൂടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെ എടുക്കുന്നതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ എന്താ ലിമിറ്റഡ് എഡിഷനാണ് 450 അപെക്സ്. അപ്പോൾ ഈ കാണാൻ കൊച്ചിയുടെ റേറ്റ്, അത് ഓൺ റോഡ് വിലയാണ് ഈ കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2,06,717 രൂപയാണ് അതിൻ്റെ കൊച്ചിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഈ വണ്ടി ഈ വിലയ്ക്ക് വെർത്താണോ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ മെയിൻലി സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കാം. ആദ്യം നമ്മളതിൻ്റെ പവർ പറയുകയാണെങ്കിൽ ഇത് വരുന്നത് 7 കിലോവാട്ടിൻ്റെ പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബെൽറ്റ് ഡ്രിവൺ PMS മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അത് 7 കിലോവാട്ട് എന്ന് പറയുമ്പോൾ 9.3 BHP അപ്രോക്സിമം വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമ്മുടെ 450X എന്നുള്ള ബേസ് വേരിയൻറ്റിൽ പറയുകയാണെങ്കിൽ, ബേസ് എന്ന് പറയാൻ പറ്റില്ല, ഇതിലുണ്ടായിരുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ പറയുകയാണെങ്കിൽ 6.4 കിലോവാട്ട്, അത് 8.5 BHP ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ വേറെ കാര്യമുള്ളത്, നമുക്കിപ്പോൾ മെയിൻലി അതിൻ്റെ ടോർക്ക് ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. 26 Nm ആണ് അതിൻ്റെ ടോർക്ക് പറയുന്നത്. അപ്പോൾ 450 അപെക്സിന് മെയിൻ ചേഞ്ച് വന്നിരിക്കുന്നത് അതിൻ്റെ വാർപ്പ് പ്ലസ് മോഡ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര നാൾ നമുക്കിപ്പോൾ വാർപ്പ് മോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊരു അഡീഷണൽ വാർപ്പ് മോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല പവറുള്ള മോഡ് തന്നെയാണ്. അപ്പോൾ അതിലും കുറച്ചും കൂടി ക്വിക്ക് ആക്സലറേഷനുള്ള മോഡാണ് വാർപ്പ് പ്ലസ് മോഡ്. അപ്പോൾ അങ്ങനെ പുതിയ മോഡും കൂടി വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നമ്മൾ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് പറയുകയാണെങ്കിൽ 90 km/h ആയിരുന്നു 450Xന്റെ ഒരു ടോപ്പ് സ്പീഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ സ്ഥാനത്ത് 450 അപെക്സ് ആയ സമയത്ത് നമുക്ക് 100 km/h ഇൻക്രീസ് ആയിട്ടുണ്ട്. നമ്മൾ 0 to 40 km/h നോക്കുകയാണെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ അപെക്സിന് വേണ്ടത് 2.9 സെക്കൻഡ്സ് മാത്രം മതി. അതായത് നമുക്കിപ്പം 450Xനേക്കാളും 0.4 സെക്കൻഡ്സ് ഫാസ്റ്റർ ആണ്. അടുത്തൊരു മേജറായി ചേഞ്ച് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബോഡി കളർ നമുക്ക് പാനൽസ് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബോഡി കളർ പാനൽസ് എന്നുള്ളത് ചേഞ്ച് ആയിട്ട് ട്രാൻസ്പെറൻറ്റ് പാനൽസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ 450 അപെക്സ് ഇനി മുതൽ നമുക്ക് പുതിയൊരു കളറിലും വരുന്നുണ്ട്. അത് ഇന്ത്യൻ ബ്ലൂ എന്നുള്ള കളറാണ്. അതിലൊരു ഓറഞ്ച് കളർ ചേസസിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് KTMന്റെ വണ്ടിയാണ് തോന്നുന്നത്. എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം. പെട്ടെന്നോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ KTMന്റെ ഡ്യൂക്കിൻ്റെ അതേ ഓറഞ്ച് കളർ, അപ്പോൾ ഓറഞ്ച് കളർ അലോയ് വീൽസും ഓറഞ്ച് കളർ ചേസസാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ട്രാൻസ്പെറൻറ്റ് പാനൽസിൽ കൂടി കാണുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ആക്ച്വലി അതിൻ്റെ R&D നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ചാൽ മുന്നേ ഒരു ട്രാൻസ്ലൂസൻ്റ് വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്ര കൂടെ എനിക്ക് എന്തോ പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ഫോട്ടോസ് കണ്ടിട്ട് ഇപ്പം ട്രാൻസ്പെറൻറ്റ് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്, ഒരു മിസ്റ്റി ലുക്കൊക്കെ വരുന്നുണ്ട്. നമുക്കെന്തായാലും നോക്കാം, എന്തായാലും വണ്ടി ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. എനിക്കെന്തോ ബ്ലൂ കളർ കണ്ടിട്ട് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, എന്താണെന്നറിയില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമായിരിക്കാം. കുറച്ചും കൂടി ഒരു ലൈറ്റർ ഷെയ്ഡ് ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായേനെ. അപ്പോൾ എന്തായാലും പുതിയൊരു കളർ കോഡും വന്നിട്ടുണ്ട്, ഇന്ത്യൻ ബ്ലൂ എന്നുള്ള കളറും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ ടച്ച് സ്ക്രീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിരുന്ന ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കപ്പാസിറ്റി ടച്ച് സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടില്ല. പിന്നെ ചെറിയ ചേഞ്ച് ഉള്ളത് അഡീഷണൽ ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. നമ്മുടെ വാർ പ്ലസ് മോഡ് വന്നപ്പോൾ അതിൽ ചെറിയൊരു ഇൻക്രീസ്, ചെറിയൊരു ഭംഗി കൂടിയിട്ടുണ്ട്. ഈ ഒരു വാർ പ്ലസിൻ്റെ ഒരു കളർ തീം ഒക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ കാര്യമായ ചേഞ്ചസ് ഒന്നും നമ്മുടെ ടച്ച് സ്ക്രീനിൽ വന്നിട്ടില്ല. നമ്മുടെ സോഫ്റ്റ്വെയർ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന പ്രോസസ്സർ വന്നിട്ട് സ്നാപ്ഡ്രാഗണിൻ്റെ 212 ക്വാഡ് കോർ 1.3 GHz പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. അതിലിപ്പോൾ 2 GB റാമും വരുന്നുണ്ട്, 16 GB ഓഫ് സ്റ്റോറേജ് മെമ്മറിയും വരുന്നുണ്ട്. സ്റ്റോറേജ് ഞാൻ പറഞ്ഞപ്പോൾ ഓർത്തത്, നമ്മുടെ ബൂട്ട് സ്പേസ് വന്നിട്ട് 22 ലിറ്റേഴ്സ് തന്നെയാണ് വരുന്നത്. അതിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. അടുത്തൊരു കാര്യമായ ചേഞ്ച് 450 അപെക്സിന് വന്നിട്ടുള്ളത് വേറെ ഒന്നല്ല, ഒരു മാജിക് ട്വിസ്റ്റ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മുടെ റീജനറേഷനാണ്. നമ്മളിപ്പോൾ ആക്സിലേറ്റർ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ഡിഗ്രി നമ്മൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ, ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് റീജനറേറ്റീവ് വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഹാൻഡ്സ് ഫ്രീ, ആ സിംഗിൾ ത്രോട്ടിൽ ആക്സിലറേഷനാണ് പറയുന്നത്. അത് നമ്മുടെ ജസ്റ്റ് ഒറ്റ കൈകൊണ്ട് നമുക്ക് ബ്രേക്കിംഗ് ചെയ്യാം, ആക്സിലേറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഫീച്ചറാണ്. ആക്ച്വലി ട്രേഡ് മാർക്കാണ് അവരുടെ പേര് തന്നെ. അതായത് മാജിക് ട്വിസ്റ്റ് എന്നുള്ള ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവരത്.
അപ്പോൾ എന്തായാലും ഏതർ അവകാശപ്പെടുന്നത് ലോകത്തെ തന്നെ ആദ്യത്തെ ഒരു ടെക്നോളജി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കൊരു എന്താ പറയുക, സാധാരണ ഒരു റീജനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 80% ഒക്കെ നമ്മുടെ ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ ഈ റീജനറേഷൻ വർക്ക് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ കാറാണെങ്കിൽ ശരി, 2 വീലേഴ്സ് ആണെങ്കിൽ ശരി, അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ വന്നിട്ട് ഈ ടെക്നോളജി പ്രകാരം നമുക്കിപ്പം നമ്മുടെ ബാറ്ററിയുടെ ചാർജ് 80% ആണെങ്കിൽ പോലും ബാറ്ററി വീണ്ടും ചാർജ് ആവുമെന്നാണ് ഏതർ പറയുന്നത്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടിട്ടില്ല, അപ്പോൾ കിട്ടുന്ന പറയാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഏതർ പറയുന്നത് അതായത് നമ്മുടെ ബ്രേക്കിൽ അധികം സ്ട്രെയിൻ വരത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വേറെ കാര്യം തോന്നിയിട്ടുള്ളത്, വേറെ വ്യത്യാസം വന്നത് മെയിൻലി നമ്മുടെ റേഞ്ച് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ ഉപയോഗിക്കുന്ന ബാറ്ററി പാക്ക് വന്നിട്ട് 3.7 കിലോവാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് നമുക്കിപ്പം പഴയ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നത് 150 കിലോമീറ്ററാണ് റേഞ്ച് ഉണ്ടായിരുന്നത്. അത് ആക്ച്വലി 157 ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് 450 അപ്പെക്സിൻ്റെ റേഞ്ച് പറയുന്നത് 157 കിലോമീറ്ററാണ്. അതായത് ക്ലെയിം റേഞ്ച് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ട്രൂ റേഞ്ച് നമുക്കൊരു 110-115 കിലോമീറ്റർ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും. അപ്പോൾ എനിക്ക് തോന്നുന്നു റീജനറേഷൻ എന്നുള്ള ഓപ്ഷൻ വന്നിട്ട് പല കമ്പനികളും അത് കുറച്ചും കൂടി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഹാൻഡ് നമുക്ക് വണ്ടി ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമേ വരാറില്ല. എന്തെങ്കിലും എമർജൻസി വന്നാൽ മാത്രം നമ്മൾ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ത്രോട്ടിൽ തന്നെ നമുക്ക് വണ്ടി ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ടെക്നോളജി തന്നെയായിരുന്നു അത്. അടുത്ത നമ്മുടെ ചാർജിങ് സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ 0 to 100% ബാറ്ററി അച്ചീവ് ചെയ്യാൻ വേണ്ടി 5 മണിക്കൂർ 45 മിനിറ്റാണ് ഏതർ പറയുന്നത്. അത് ആക്ച്വലി റീസണബിൾ ടൈം തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ 3.7 കിലോ വാട്ടിന് 5.5 മണിക്കൂർ 5.25 മണിക്കൂർ നമുക്ക് വലിയ കുഴപ്പമില്ലത്. അടുത്തൊരു മെയിൻ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് വേറെ ഒന്നല്ലാണ്ട് ഡിസൈൻ വൈസ് തന്നെയാണ്. ഡിസൈനിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആക്ച്വലി പോസിറ്റീവ് ചേഞ്ച് ആണ്. വേറെ ഒന്നല്ല, നമുക്ക് ഇത്ര നാളൊക്കെ അറിയാവുന്നത് ഏതറിൻ്റെ ഒരു നമ്മുടെ ബെൽറ്റ് ഉണ്ടല്ലോ, ബെൽറ്റ് ആക്ച്വലി എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പോൾ മണ്ണും എല്ലാം കയറിയിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വേറെ ആൻഡ് ഉണ്ടാകുന്ന സാധനമാണ് ബെൽറ്റ്. വേറെ മാത്രമല്ല, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ബെൽറ്റ്. അപ്പോൾ അത് ആക്ച്വലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതൊരു ഡിസൈൻ ചേഞ്ച് ചെയ്തൊരു കവർ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ നമുക്കിപ്പോൾ ഏതറിൻ്റെ ഈ 450 അപ്പെക്സിന് നമുക്കൊരു ചെയിൻ ഗാർഡ് വരുന്നുണ്ട്. ചെയിൻ ഗാർഡ് എന്നല്ല പറയുക, ബെൽറ്റ് ഗാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് തന്നെയാണ്. അത് ഞാൻ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഏതറിൻ്റെ R&D ടീം നല്ല ഭംഗിയായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ബെൽറ്റിന് കുറച്ചും കൂടി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത നമ്മൾ 450 അപ്പെക്സിൻ്റെ വാറണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് 3 വർഷവും 30 കിലോമീറ്റർ വണ്ടിക്ക് വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ ബാറ്ററിക്ക് വന്നിട്ട് 5 വർഷം 60 കിലോമീറ്ററാണ് കമ്പനി സ്റ്റാൻഡേർഡ് വാറണ്ടി കൊടുക്കുന്നത്. അതിനൊപ്പം നിങ്ങളിപ്പോൾ ഏതറിൻ്റെ അപ്പെക്സ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതർ കണക്ട് ആപ്പ് നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് 3 വർഷത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ നോക്കിയിട്ട് ഏതറിൻ്റെ 450 അപ്പെക്സ് നല്ലൊരു വണ്ടിയായിട്ട് തോന്നുന്നുണ്ട്. പ്രൈസും കൂടെ ഒന്ന് കുറച്ച് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ ധാരാളം ബുക്ക് ചെയ്യും. അപ്പോൾ ഈ 2 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോഴാണ് ആൾക്കാർക്കൊരു ചെറിയൊരു മടി വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഏതറിൻ്റെ ഓഫേഴ്സിനെ കൊടുക്കുമോ നമുക്ക് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കാൻ തീർച്ചയായും ഞാൻ വീഡിയോ ചെയ്യാൻ സമയത്ത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആദ്യമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ എന്തായാലും പ്രീ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2500 കൊടുത്തൊരു വണ്ടി പ്രീ ബുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 100% റീഫണ്ടബിൾ ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഏതർ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഫെബ്രുവരി പകുതിയോടെ ഷോറൂമിൽ വണ്ടി എത്തുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് വണ്ടിയുടെ ഡിസൈൻ എല്ലാം ഭംഗിയായിട്ട് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ എൻ്റെ പെർഫോമൻസ് എല്ലാ സമയത്ത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഫെബ്രുവരി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡെലിവറീസ് വെച്ച് പറയുകയാണെങ്കിൽ ഡെലിവറീസ് വന്നിട്ട് മാർച്ച് പകുതിയോടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറിക്കാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫെയിം ടു സബ്സിഡി കിട്ടാത്തത് തീർച്ചയായിട്ടും വണ്ടിയുടെ റേറ്റ് വല്ലാതെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ അത് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയായിട്ടല്ല ഇപ്പോൾ ഏതായാലും 450 അപ്പെക്സ് വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയി തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങളെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മതിയേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.